ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. ഇന്ന് നമുക്കൊരു കിടിലൻ ഗുജറാത്തി ഹൊറർ മൂവിയുടെ കഥ പറഞ്ഞാലോ. സിനിമയുടെ പേര് ജംകുടി. വ്യത്യസ്തമായിട്ടുള്ള ഒരു പേര് തന്നെയല്ലേ. അതായത് ഒരു ഉൾഗ്രാമ പ്രദേശം. ആ ഗ്രാമത്തിൽ ഈ ഇടയായിട്ട് കന്യകകളായിട്ടുള്ള സ്ത്രീകളെ കാണാതാകുന്നുണ്ട്. ഇതിന്റെ കാരണമായിട്ട് നാട്ടുകാരെല്ലാവരും പറയുന്നത് അവിടെയുള്ള ഒരു പഴയ കൊട്ടാരാണ്. ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന പഴയ ഒരു ദുർമന്ത്രവാദിയായിട്ടുള്ള ജംകുടിയും അവളൊരു രാജാവിന്റെ ഭാര്യയായിരുന്നു ശരിക്കും. എന്നാൽ നാട്ടുകാർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോ, അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് മറ്റാരെങ്കിലും ആയിരിക്കും? എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൽ സംഭവിക്കുന്നത്? നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ അത് മനസ്സിലാക്കാം. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ അർദ്ധരാത്രിയിൽ ചെവിയിൽ ഒരു ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ടെറസിലാണ് അവൾ അങ്ങനെ കിടന്ന ആ ഒരു പാട്ട് കേൾക്കുന്നത്. അപ്പൊ അച്ഛൻ വന്നിട്ട് ആ ഒരു കട്ടിൽ തട്ടിയിട്ട് പറയണ, മോളെ മതിയാക്ക്, പോയി കിടന്നുറങ്ങുക. ആ അച്ഛാ ഞാൻ പോയിക്കോളെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവൾ ആ ഒരു പാട്ട് കേൾക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആരോ വന്നിട്ട് ആ ഒരു കട്ടിൽ തട്ടുകയാണ്. അച്ഛാ ഞാൻ ഉറങ്ങിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പെൺകുട്ടി നോക്കുന്നുണ്ടെങ്കിലും അവിടെ അച്ഛനെ കാണാനില്ല. അവള് വീണ്ടും പാട്ട് കേൾക്കുകയാണ്. എന്നാൽ ഇതുപോലെ വീണ്ടും ആരോ വന്ന് തട്ടുകയാണ്. എന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അവൾക്ക് ആ ഒരു പേടി ഉള്ളിലേക്ക് വരുന്നുണ്ട്. പിന്നെ അവള് സില്ലിയാക്കി വിടുകയാണ്. ആരെയും കളിപ്പിക്കാൻ ചെയ്യുന്നതായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വലിയ മൈൻഡ് ആക്കാതെ അവൾ ആ ഒരു പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശക്തി വന്ന് അവളുടെ കാല് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഇതിനുശേഷം ഈ സംഭവം നടക്കുന്നുണ്ടല്ലോ, ഇതിന് 2 ദിവസങ്ങൾക്ക് മുന്നേ നടന്ന മറ്റൊരു കാര്യം കാണിക്കുകയാണ്. അതായത് ഈ തുടക്കത്തിൽ കാണാതായ പെൺകുട്ടിയും അവളുടെ 2 കൂട്ടുകാരികളും ടോട്ടൽ 3 പേരും കൂടിയിട്ട് ഒരു പ്രത്യേക പാട്ടും വെച്ച് ആ നാട്ടിലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസ് കളിക്കുന്നുണ്ട്. ഗർഭ ഡാൻസ് എന്ന് പറയാം. ആ സമയത്ത് ഗ്രാമത്തിലെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ട് വേഗം അത് ഓഫാക്കിയിട്ട്, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നവരാത്രിയുടെ അന്ന്. ജംകുടിയെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. അവള് വന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഇവിടുന്ന് കൊണ്ടുപോകും, മാത്രമല്ല ഞങ്ങൾക്കും അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടികൾ പറയാണ്, ഈ ജംകുടി അതൊക്കെ വെറും കെട്ടുകഥകളല്ലേ മക്കളെ, നിങ്ങൾ നഗരത്തിൽ പഠിച്ചതുകൊണ്ടാണ്. ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന ഞങ്ങൾക്കേ അറിയുള്ളൂ ജംകുടി ആരാണെന്നും അതുപോലെ തന്നെ ഗർഭ ഡാൻസ് കളിച്ചാൽ എന്താ സംഭവിക്കുക എന്നും. എന്തായാലും ആ ഒരു ഗർഭ ഡാൻസ് അവർ കളിച്ചത് കൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ നിന്നും ഒരാൾ കാണാതായിട്ടുണ്ട്. അതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. ഇതിനുശേഷം ആ ഒരു ഗ്രാമത്തിൽ പ്രസന്റ് ഡേ കാണിക്കുകയാണ്. അവിടെ ഒരു ചായക്കടയുണ്ട്, കുറച്ച് പേര് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പുറംനാട്ടിൽ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. ഇയാളുടെ പേര് രാജു എന്നാണ്. അപ്പൊ രാജുവിന് ഈ നാട്ടിൽ എവിടേക്കോ ഒന്ന് പോവാണ്ട്. അപ്പൊ ലൊക്കേഷൻ ഇട്ട് നോക്കുമ്പോൾ റേഞ്ചും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു ചായക്കട നടത്തുന്ന 2 പയ്യന്മാരുണ്ട്. തൽക്കാലം നമുക്ക് അവരെ ചോട്ടും മോട്ടും വിളിക്കാം. ഇവരോട് ഇവിടെ റേഞ്ച് ഒന്നും ഇല്ലേ ചോദിക്കുമ്പോൾ, ഇവിടെ അങ്ങനെ റേഞ്ച് ഒന്നും കിട്ടാറില്ല. അല്ല എങ്ങോട്ടാ പോണ്ടേന്ന് ചോദിച്ചപ്പോൾ, ഇവിടെ ഒരു പഴയ കൊട്ടാരില്ലേ അങ്ങോട്ടേക്കാ പോണ്ടേന്ന് പറയാണ്. ഇത് കേട്ട സമയത്ത് ചുറ്റുള്ള എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് പോവാണ്. എല്ലാവരും പേടിക്കുകയാണ്. ഇപ്പൊ ചോട്ടും മോട്ടും 2 പേരും മിണ്ടാതിരിക്കുമ്പോൾ, അല്ല എന്താ അങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തരാതെ, എങ്ങനെയാ പോണ്ടേ ചോദിക്കുമ്പോൾ, അല്ല നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണോ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ രാജു പറയാണ്, അതൊന്നും വലിയ പ്രശ്നമില്ല, എന്റെ കമ്പനിയിലെ കുറെ പേര് ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയാണ്. അതിന് മുന്നേ എനിക്ക് ആ ഒരു സൈറ്റ് പോയിട്ട് വിസിറ്റ് ചെയ്യണം, നിങ്ങൾ വഴി പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ചോട്ടും മോട്ടും ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. രാജു നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പഴയ കൊട്ടാരത്തിന്റെ പുറത്തായിട്ട് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഇയാളാണ് ബ്രോക്കർ കേട്ടോ, കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ രാജുവിനെ കണ്ടപാടേനെ നമുക്ക് ഈ വീടും പരിസരമൊക്കെ, വീടല്ല കൊട്ടാരാണ്, ഇതിന്റെ പരിസരം മുഴുവനൊന്ന് ചുറ്റി കണ്ടാലോ, രാത്രി ആവുന്നതിന് മുന്നേ തന്നെ ഫുൾ ആയിട്ടൊന്ന് കാണണം. ഈ സമയത്ത് രാജു ചോദിക്കുകയാണ്, അല്ല രാത്രിയായ എന്താ പ്രശ്നം? ബ്രോക്കർ പറയണത്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഈ നാട്ടുകാർ പറയുന്നത് പോലെ ഈ കൊട്ടാരത്തിൽ ഒന്നുമില്ല. രാത്രി ആയാൽ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല, അതുകൊണ്ട് മാത്രമാണ് രാത്രി ആവുന്നതിന് മുന്നേ പുറത്തേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആ ഒരു ഗേറ്റിന്റെ പൂട്ട് ഈ ഒരു ബ്രോക്കർ തല്ലി പൊളിക്കുകയാണ്. ഇതിനുശേഷം ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ഗേറ്റ് തുറന്ന പാട് തന്നെ ആ വലിയ കൊട്ടാരത്തിൽ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. പോയ സമയത്ത് രാജു ഈ ബ്രോക്കറോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ജംകുടി അതെന്താണ്, എന്തോ ഒരു ദുർമന്ത്രവാദിയാണെന്നോ, ഇവിടെ വരുന്നവരൊക്കെ ഉപദ്രവിക്കുന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ആ ഒരു കഥ? ഇപ്പൊ ബ്രോക്കർ ആ ഒരു പഴയ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ നാട്ടില് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു, നല്ല ആളായിരുന്നു. പക്ഷെ ആ രാജാവിന് ഒരു 100 ഭാര്യമാരുണ്ടായിരുന്നു കേട്ടോ. ഒരു സമയത്ത് രാജാവ് അയാളുടെ സ്വത്തുകൾ മുഴുവനായിട്ട് 100 ഭാര്യമാർക്കും ഒരുപോലെ വീതിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്നാൽ അതിൽ ഒരാളായിരുന്നു ജംകുടി. അവൾക്ക് ഈ സ്വത്ത് മുഴുവൻ ഒറ്റയ്ക്ക് വേണമെന്നായി. അതിനുവേണ്ടി അവൾ പല ദുർമന്ത്രവാദങ്ങളും കാണിച്ചു കൂട്ടി. എന്നാൽ എല്ലാത്തിലും അവൾ പരാജയപ്പെട്ടു. മരിക്കുമെന്നൊരു അവസ്ഥ വന്ന സമയത്ത് ഈ നാട്ടുകാർക്ക് വേണ്ടി ഒരു ശാപവും കൊടുത്തിട്ടാണ് അവൾ പോയത്. നവരാത്രിയുടെ അന്ന് ഗർഭ ഡാൻസ് ആരും കളിക്കാൻ പാടില്ല, ഗർഭ ഡാൻസേ കളിക്കാൻ പാടില്ല. അത് കളിച്ചിട്ടുണ്ടെങ്കിൽ അനന്തരഫലം വളരെ ഗുരുതരമായിരിക്കും. മാത്രമല്ല ആ ഡാൻസ് കളിച്ച പെൺകുട്ടികളെയും അതുപോലെ തന്നെ കന്യകളായിട്ടുള്ള പെൺകുട്ടികളെയും ഈ നാട്ടിൽ നിന്ന് പിന്നീട് കാണാതാവും. അങ്ങനെ ഒരു ശാപം കൊടുത്തിട്ടാണ് ജംകുടി മരണപ്പെട്ടു പോയത്. ഇതെല്ലാം കേട്ടപ്പോൾ രാജു പറയാണ്, ഓരോരോ കഥകൾ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ അതിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഡോർ ടപ്പേന്ന് ഒറ്റ കടയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ 2 പേരും നന്നായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. അപ്പൊ രാജു ചോദിക്കുന്നുണ്ട്, എന്താണ് ആ ഒരു സ്ഥലം? അത് ഈ കൊട്ടാരത്തില് ബേസ്മെന്റ് ആണെന്ന് ഈ ഒരു ബ്രോക്കർ പറയാണ്. അവിടെ എന്താ ഉള്ളതെന്ന് രാജു ചോദിച്ചപ്പോൾ, മരിച്ചുപോയ ആ ഒരു ജംകുടി ഉണ്ടല്ലോ, ദുഷ്ടയായിട്ടുള്ള രാജാവിന്റെ ഭാര്യ, അവളുടെ ആഭരണങ്ങൾ മുഴുവൻ ആ ഒരു നിലവറയ്ക്കുള്ളിൽ ഉണ്ട് എന്നാ പറയുന്നത്. ഇതൊരു കഥയാണ് കേട്ടോ, സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പൊ രാജു പറയാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ അങ്ങോട്ടേക്ക് പോയാലോ, ആരും അറിയാതെ ആ ഒരു കാര്യം അങ്ങോട്ട് അടിച്ചു മാറ്റിയാലോ. ഇത് കേട്ടപ്പോൾ ബ്രോക്കറും നമുക്കൊന്ന് നോക്കിക്കളയാം എന്നൊരു പേടിയോടുകൂടെ പറയുന്നുണ്ട്. 2 പേരും പിന്നീട് ആ ഒരു നിലവറയുടെ ഉള്ളിലേക്ക് പോവാണ്. നല്ല ഇരുട്ടായിരുന്നു, പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും 2 പേരും മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് എന്തോ
എന്തോ ഒരു ശബ്ദം ഈ ഒരു ബ്രോക്കർ കേൾക്കുകയാണ്. കൂടെ ഉണ്ടായിരുന്ന രാജുവിനെ വിളിക്കുന്നുണ്ട്, എന്നാൽ അവൻ വിളി കേൾക്കുന്നില്ല. അപ്പൊ ആ ഒരു ശബ്ദം കേട്ട് പേടിച്ച ബ്രോക്കർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. മാത്രമല്ല പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള കാൽപ്പാട് കാണുകയാണ്. അവള് വന്നു. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് ബ്രോക്കർ അവിടുന്ന് ഓടുകയാണ്. ആരാണ് വന്നത്? ജംകുടി തന്നെ. എന്നാൽ പെട്ടെന്ന് ഈ ബ്രോക്കറുടെ മുന്നിലേക്ക് ആ നാട്ടിലെ ഒരു ഇൻസ്പെക്ടർ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് അത് കണ്ടും ബ്രോക്കർ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താടോ, എന്താ കാര്യം, എന്താ ഈ സമയത്ത് ഇവിടെ ചോദിച്ചപ്പോൾ ബ്രോക്കർ പറയാണ്, കൊട്ടാരം കാണാൻ വേണ്ടി ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു, രാജു എന്ന് പേരുള്ള ഒരു പയ്യൻ. ഞാനും അവനും കൂടെ ആ ഒരു നിലവറയിലേക്ക് പോയി. പെട്ടെന്ന് അവന് കാണാതായി. എവിടെ പോയിന്ന് യാതൊരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ അവർ ജംകുടി വന്നെന്നാ തോന്നുന്നത്. ഇപ്പൊ പോലീസുകാരൻ പറയണം, ഒന്ന് പോയ അവിടുന്ന്. അവൻ ആ ഒരു നിലവറയുടെ ഉള്ളിലുണ്ടെന്ന് ഉറപ്പാണോ? നിങ്ങൾക്കൊന്ന് പോയി നോക്കിക്കൂടെ ചോദിക്കുമ്പോൾ, സാറേ നിങ്ങളൊരു പോലീസുകാരനല്ലേ, എന്റെ കൂടെ വരുമോ ചോദിക്കുമ്പോൾ, അത് പിന്നെ നിങ്ങളല്ലേ മൂത്തത്, നിങ്ങൾ മുന്നിൽ കിടക്ക്, ഞാൻ പിന്നാലെ വരാന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഒരു ഇച്ചിരി പേടിയുണ്ട്. എന്തായാലും അവസാനം രണ്ടുപേരും കൂടെ നിലവറയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ഒരു ഭാഗത്തായിട്ട് ഒരനക്കവും ഇല്ലാതെ ഈ ഒരു രാജു അങ്ങനെ നിൽക്കുകയാണ്. എന്തോ കണ്ട് ഒരു പ്രതിമയെ പോലെ നിശ്ചലനായി നിൽക്കുകയാണ്. എന്തായാലും ഇവരത് നോക്കി നിൽക്കെ ഇരുട്ടിൽ നിന്നും വന്ന എന്തോ ഒന്ന് ഈ രാജുവിനെയും വലിച്ചെടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ഇവിടെ സീൻ കട്ടായി. ഇതിന് ശേഷമാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബബ്ലുവിനെ കാണിക്കുന്നത്. ആളൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ്. അതിന് പുറമെ ഒരു കോഴി പ്രോ മാക്സ് ആണ്. ഒരു പെണ്ണിനെ വെറുതെ വിടില്ല. ഇതിനെല്ലാത്തിനും പുറമെ ഒരു മൊരട്ട് സിംഗിളുമാണ്. എങ്ങനെയെങ്കിലും ഒരു പെണ്ണിനെ സെറ്റ് ആക്കണം, അത് അവന്റെ ഒരു ലൈഫ് ടൈം ആഗ്രഹമാണ്. ഇത്രയൊക്കെ ഗുണമുണ്ടെങ്കിലും ഉടായ്പിന് യാതൊരു കുറവുമില്ലാത്ത ആളാണ് നമ്മുടെ ഈ ഒരു ബബ്ലു. ഇപ്പൊ തന്നെ ഒരു റെസ്റ്റോറന്റിൽ പല പെൺകുട്ടികളെയും കൂട്ടി വന്നിട്ട് ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ പെൺകുട്ടികൾക്കൊന്നും ഇവനെ ഇഷ്ടാവുന്നില്ല. ഇതേ നേരം ഈ ബബ്ലുവിന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള ഗോവിന്ദ് ഓടി വന്നിട്ട് പറയണേട്ടാ നമ്മുടെ പണി വാളി. അതായത് എന്തോ ഒരു കേസ് ഒരു ഉടായ്പ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യാനും വരുന്നുണ്ട്. ഗോവിന്ദും അതുപോലെ തന്നെ ബബ്ലു ഒന്നും നോക്കിയില്ല, അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. പക്ഷെ അപ്പോഴേക്കും പോലീസുകാരുടെ കയ്യിൽ പെട്ടു. രണ്ടുപേരെ നേരെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടിടുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ ഒരു ബ്രോക്കർ ഉണ്ടല്ലോ, അയാളെയാണ്. ഇയാൾ ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് പേടിച്ച് വിറച്ച് പനിയും പിടിച്ച് വീട്ടിലാണ്. ഇയാളുടെ മകളാണ് നമ്മൾ ആരംഭത്തിൽ കണ്ട ആ ഒരു ഡാൻസ് കളിച്ച 3 പെൺകുട്ടികളുണ്ടല്ലോ, അതിൽ കുറച്ച് തണ്ടുണ്ടായിരുന്ന ആ ഒരു ഗീത എന്ന് പറഞ്ഞ പെൺകുട്ടി. അന്ന് ഗർഭ ഡാൻസ് കളിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഒരു പ്രായമായിട്ടുള്ള ആൾ വന്നായിരുന്നല്ലോ. അയാൾ തട്ടിക്കേറി സംസാരിച്ചതും ഇതേ ഗീത തന്നെയാണ്. ഈ ഗീത ഈ ബ്രോക്കറുടെ മകളാണ്. അതുപോലെ തന്നെ ഈ ബ്രോക്കറുടെ ഭാര്യ വന്നിട്ട് ഇയാളെ നന്നായിട്ട് ചീത്ത പറയാണ്, നിങ്ങൾ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്, വെറുതെ ഒരു ആവശ്യമില്ലാണ്ട്. ഈ സമയത്ത് ബ്രോക്കർ പറയാണ്, അത് വിറ്റാ വല്ല കമ്മീഷനും കിട്ടിയ ഒരു വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുമല്ലോ, ചെലവ് മുന്നോട്ടേക്ക് പോകില്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ആ ഒരു റിസ്ക് എടുത്തത്. പെട്ടെന്ന് ഇവരുടെ വീട്ടിലേക്ക് അന്ന് ആ ഒരു കൊട്ടാരത്തിൽ വെച്ച് കണ്ട ആ ഒരു പോലീസുകാരനുണ്ടല്ലോ, ഇയാൾ വന്നിട്ട് പറയാണ്, എടോ നിങ്ങൾ എന്ത് അബദ്ധമായി കാണിച്ചത്, നാട്ടുകാർ മുഴുവൻ ആകെ കലിപ്പിലാണ്, നിങ്ങൾ ആ ഒരു പോട്ട് തല്ലി പൊളിച്ചില്ലേ, ഇതിനുശേഷം ജംകുടി ഗ്രാമത്തിലേക്ക് വരും, എല്ലാവർക്കും ഇനി ആപത്ത് വരുന്നു പറഞ്ഞിട്ട് നാട്ടുകാർ ആകെ പേടിച്ചിരിക്കുകയാണ്. അതിലുപരി എല്ലാവരും നല്ല കലിപ്പിലാണ്. അവരുടെ കയ്യിൽ നിങ്ങളെ കിട്ടിയ നല്ല തല്ല് കിട്ടുന്ന ബ്രോക്കറോട് പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങേണ്ട, എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയണം. പിന്നീട് ആ ഒരു ഇൻസ്പെക്ടർ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും നമ്മുടെ കഥാനായകനായിട്ടുള്ള ബബ്ലുവിനെ കാണിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ സ്റ്റേഷനിലാണല്ലോ. അപ്പൊ ഫ്രണ്ട് ആയിട്ടുള്ള ഗോവിന്ദ് ബബ്ലുവിനോട് ചോദിക്കുകയാണ്, എടാ ആ സ്വാമിയോട് നിന്റെ കല്യാണത്തിനെ കുറിച്ച് ചുമ്മാ ഒന്ന് ചോദിച്ചാലും ചോദിച്ചപ്പോൾ ബബ്ലു പറയാണ്, എടാ ഗോവിന്ദ് എന്തോ ഒരു ഉടായ്പ് കാണിച്ചിട്ടാണ് അയാൾ ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്. ഗോവിന്ദ് പറയാണ്, നീ വാ നമുക്കൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ സ്വാമിയുടെ അടുത്തേക്ക് പോയപ്പോൾ സ്വാമി ചുമരിൽ നോക്കി അങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ഇതെന്താ സ്വാമി ഇങ്ങനെ വർത്താനം പറയുന്നേ ചോദിച്ചപ്പോൾ മരിച്ചുപോയ സ്വാമിയുടെ ഭാര്യ അയാളുടെ മുതുകിലുണ്ട്. അപ്പൊ ഭാര്യയോട് സംസാരിക്കാന്ന് പറയണം. ആഹാ, ഇയാളുടെ ഒരു ഞെട്ട് പോയി കിടക്കുക. അതിപ്പോ ബബ്ലുവിന് മനസ്സിലായി. മാത്രമല്ല കല്യാണത്തിനെ കുറിച്ച് ബബ്ലു ചോദിച്ച സമയത്ത് ഈ സ്വാമി പറയാണ്, നിന്റെ ലൈഫ് നീ വിചാരിക്കാത്ത മറ്റൊരു രീതിയിലാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ പോകുന്നത്. ഒരു പെൺകുട്ടിയല്ല 100 പേരെയാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇത് കേട്ടപ്പോ ബബ്ലുവിനകത്ത് ദേഷ്യം വരികയാണ്. ഒന്നെന്നെ ഇവിടെ സെറ്റ് ആവുന്നില്ല. ഇതും പറഞ്ഞ സ്വാമിജിയെ ചവിട്ടി കൂട്ടുകയാണ്. ഇതേ നേരം തന്നെ പോലീസുകാർ വിളിക്കണം, ഡാ ബബ്ലു നിന്നെ ജാമ്യത്തിലെടുക്കാൻ ആള് വന്നിട്ടുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, ആ ഒരു ഗ്രാമത്തിലെ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, മൂപ്പര് തന്നെയാണ്. ബബ്ലുവിനെ കൊണ്ടും അതുപോലെ തന്നെ ഗോവിന്ദനെ കൊണ്ടും എന്തോ ഒരു ആവശ്യം ഈ ഒരു ഇൻസ്പെക്ടറുണ്ട്. എന്തായാലും അവരെയും കൂട്ടി നേരെ ഗ്രാമത്തിലേക്ക് പോകണം. അടുത്ത സീനിൽ ആ ഗ്രാമത്തിലെ തന്നെ പഴയ രാജകുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കാണിക്കുകയാണ്. അവരുടെ പേര് ലക്ഷ്മി എന്നാണ്. കൂടെ തന്നെ ഭർത്താവായിട്ടുള്ള ചന്ദ്രനും ഉണ്ട്. ഇവരുടെ വീട്ടിലേക്ക് ഈ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. അതായത് ഇവരുടെ വീട് അധികം വൈകാതെ ജപ്തി ചെയ്യാൻ വേണ്ടി പോവാണ്. ലോൺ എടുത്തു, അത് തിരിച്ചടച്ചില്ല. എന്നാൽ ലക്ഷ്മി പറയാണ്, എന്റെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നതല്ലേ, ഒരു റോയൽ ഫാമിലിയാണ്, ഒരു സാവകാശം തന്നോട് ചോദിക്കുമ്പോൾ അവസാനമായിട്ട് 1 മാസം സമയം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ലക്ഷ്മി ചന്ദ്രയോട് പറയാണ്, എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു പഴയ കൊട്ടാരം അത് വിൽക്കണം. അത് വിൽക്കാനായിട്ട് നമ്മൾ പലതവണ ശ്രമിച്ചല്ലേ, എന്നാൽ നിന്റെ അനിയൻ ആ ഒരു ജമീന്ദാർ ഇതിന് സമ്മതിക്കണ്ടേ. അതായത് ലക്ഷ്മിയുടെ അനിയനും തമ്മിൽ ഭയങ്കര തെറ്റിലാണ്. അവനാണെങ്കിൽ വലിയ ജമീന്ദാറാണ്. അപ്പൊ ഈ ലക്ഷ്മി പറയാണ്, അവന്റെ മകളുണ്ടല്ലോ കുമുദ്, അവളെ ഞാൻ എങ്ങനെയെങ്കിലും ചുരുട്ടിക്കൂട്ടി എന്റെ വശത്താക്കും. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ വിദേശത്ത് പഠിക്കാൻ പോയതല്ലേ, എന്തായാലും അവള് വരുന്നുണ്ടെന്നാ പറഞ്ഞ. അവള് നേരെ ഇങ്ങോട്ടേക്ക് വരും. കാര്യങ്ങൾ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കും. അപ്പൊ അവളെ ഉപയോഗിച്ച് തന്നെ ഞാൻ ആ ഒരു കൊട്ടാരം വിൽപ്പിക്കുകയും ചെയ്യും. എന്തായാലും കുമുദ് ഈ നാട്ടിലേക്ക് ഒന്ന് വരട്ടെ. ഇതിനുശേഷം ഈ ലക്ഷ്മിയുടെ അനിയൻ, അതായത് ആ ജമീന്ദാറെ കാണിക്കുകയാണ്. ഇയാളുടെ അടുത്തേക്ക് ആ ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട ഒരാളും അയാളുടെ മകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ സ്ഥലം എന്തോ ഈ ജമീന്ദാർ കയ്യേറിയിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങളുടെ സ്ഥലമാണ്, തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ജമീന്ദാർ ചോദിക്കുകയാണ്, നിനക്കൊക്കെ എന്തിനാണ് ആ ഒരു സ്ഥലം, അത് വിറ്റ് മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനാണോ? ഏയ് അതിനൊന്നുമില്ല, എനിക്ക് എന്റെ മകളെ പഠിപ്പിക്കണം എന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു ജമീന്ദാർ പറയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ വേണമെങ്കിൽ നിന്റെ മകളെ എനിക്ക് കെട്ടിച്ച, ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ഈ കാമപ്രാന്തിന്റെ അടുത്ത് മകളുമായിട്ട് അധികം നേരം നിന്നാൽ ശരിയാവില്ല
ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ വേഗം തന്നെ മകളുമായിട്ട് അവിടെ പോവാണ്. സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. ഇതിനുശേഷം കാണിക്കുന്നത് ഗ്രാമത്തിലേക്ക് വന്ന നമ്മുടെ ബബ്ലു അതുപോലെ തന്നെ ഗോവിന്ദാണ്. അപ്പൊ ഇവര് ബസ് വന്ന് അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ആ ബസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ അത്യാവശ്യം നല്ല സുന്ദരിയാണ്. അവളെ കണ്ട പാട് തന്നെ ബബ്ലുവിന്റെ ഉള്ളിലെ ആ ഒരു കോഴി ഉണരുകയാണ്. വേഗം തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹലോ മേഡം, നിങ്ങൾ ഈ നാട്ടിൽ പുതിയതാണോ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞങ്ങൾ സഹായിക്കാന്ന് പറയാണ്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് ജമീന്ദാർ വരികയാണ്. ജമീന്ദാറിന്റെ മകളാണ് ഈ വന്നിരിക്കുന്ന പെൺകുട്ടി, അതായത് കുമുദ്. മോളെ യാത്രയിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, എത്ര നാളായി കണ്ടിട്ട്, വാ നമുക്ക് പോവാൻ പറഞ്ഞിട്ട് അവളെയും കൂട്ടി പോവാൻ നിൽക്കുമ്പോൾ ജമീന്ദാർ ഇപ്പോൾ ബബ്ലുവിനെ കാണാണ്. ആ ബബ്ലു, നീ എപ്പാ വന്നത്? കുറെ കാലയിൽ കണ്ടിട്ട്, പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ഒന്നിനെ കാണാൻ പാട്ടോ. ശരി ജമീന്ദാർ, ഞാൻ വൈകുന്നേരം വരാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ബബ്ലുവിന്റെ കൂട്ടുകാർ രണ്ടുപേരും ഈ ഗ്രാമത്തിലുണ്ട്. മറ്റാരുമല്ല, ചോട്ടും മോട്ടും. രണ്ടുപേരും വന്നിട്ട് ബബ്ലുവിനെ കെട്ടിപ്പിടിക്കാണ്. എടാ, എത്ര ദിവസമായി നീ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഞങ്ങൾ വിചാരിച്ചു നിന്നെ ആരെങ്കിലും തല്ലി കൊന്നിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ചോട്ടുവിനും മോട്ടുവിനും ബബ്ലു അവന്റെ പുതിയ കൂട്ടുകാരൻ അതായത് ഗോവിന്ദനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ നാലുപേരും കൂടെ നേരെ ഇവരുടെ വീട്ടിലേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ലക്ഷ്മിയും അതുപോലെ തന്നെ ഭർത്താവായിട്ടുള്ള ചന്ദ്രയും കാണിക്കാണ്. രണ്ടുപേരും നല്ല ടെൻഷനിലാണ്. ലക്ഷ്മി ഇങ്ങനെ വിചാരിക്കാണ്, ഇനി അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വരാതെ പോവോ? ഇപ്പൊ ചന്ദ്ര പറയണ, നീ പേടിക്കൊന്നും വേണ്ട, നീ അവളോട് സംസാരിച്ചല്ലേ, കുമുദ് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഈ ജമീന്ദാർ മകളായിട്ടുള്ള കുമുദിനെയും കൂട്ടി നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. അതായത് കുമുദ് പറഞ്ഞ്, എനിക്ക് ആന്റിയെ കാണണം, ആന്റിയുടെ അടുത്തേക്കാണ് ഞാൻ ആദ്യം പോവാണ്. അതായത് നേരത്തെ തന്നെ ഈ ലക്ഷ്മി കുമുദിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മിയുടെ വശത്താക്കിയിട്ടുണ്ട്. ഈ കുമുദിനെ വശത്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹത്തിൽ അഭിനയിച്ച് ആ ഒരു വാത്സല്യം എല്ലാം കാണിച്ചുകൊണ്ട്, അതായത് അവർക്ക് അമ്മയില്ല, ആ രീതിയിൽ സ്നേഹം എല്ലാം കൊടുത്ത് ലക്ഷ്മി എങ്ങനെയൊക്കെയോ കുമുദിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ലക്ഷ്മിക്കും ചന്ദ്രയ്ക്കും വേറൊരു മോളുണ്ട്, വീണ എന്നാണ് പേര്. അങ്ങനെ കുമുദ് ഇപ്പോൾ ലക്ഷ്മിയോട് സംസാരിക്കുകയാണ്. ആന്റി, എത്ര നാളായി കണ്ടിട്ട്, വാ എനിക്ക് കുറെ വിശേഷം പറയാണ്ട് പറയണം. ഇതേ സമയത്തിന് ജമീന്ദാർ വന്നിട്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നീ എന്റെ മകളെ വശത്താക്കി എന്ന് കരുതി ആ ഒരു കൊട്ടാരം അത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല, അതൊന്നൊരു താരി മണ്ണ് പോലും ഞാൻ നിനക്ക് തരില്ല എന്ന് പറയണം. ഈ സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട്, എന്നെ കെട്ടിച്ച് വിട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് ഈ സ്വത്തിലൊന്നും യാതൊരു അവകാശവും ഇല്ലാന്ന് നിനക്ക് പറയാൻ ഒരു അവകാശമില്ല. ആ കൊട്ടാരം എനിക്ക് കൂടെ അവകാശപ്പെട്ടതാണെങ്കിൽ അതിലൊരു വിഹിതം എനിക്ക് വേണം, നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കാണ്. ഇതിനിടയിൽ ഈ ജമീന്ദാർ പോകാൻ നിൽക്കുമ്പോൾ മകളോട് പറയണം, മോളെ നിനക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇവിടെ നിന്നോ, അച്ഛൻ എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ജമീന്ദാർ അവിടുന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്തിന് ലക്ഷ്മിയോട് ഭർത്താവായിട്ടുള്ള ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ ഒരു പഴയ കൊട്ടാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇപ്പൊ ലക്ഷ്മി പറയണേ, എടോ മരമണ്ണ കെട്ടിയോനെ, എനിക്ക് വേണ്ടത് ആ ഒരു പഴയ കൊട്ടാരമൊന്നുമല്ല, അവിടെ ജംകുടിയുടെ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടെന്ന് പണ്ട് മുതൽ എന്റെ ചെറുപ്പം മുതലേ കഥകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ആ ഒരു കൊട്ടാരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ളിലെ ജംകുടിയുടെ ആഭരണങ്ങൾ അത് മുഴുവൻ നമുക്കല്ലേ, നിങ്ങൾ ആ വഴിക്ക് ചിന്തിക്കും മനുഷ്യെന്ന് പറയണം. അടുത്ത സീനിൽ ബബ്ലുവിനെ കാണിക്കുകയാണ്. ബബ്ലു നേരെ പോയത് ആ നാട്ടിലെ ആ ഒരു ബ്രോക്കർ ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്കാണ്. ഈ ബ്രോക്കർ ആണെങ്കിലോ നാട്ടുകാരെ പേടിച്ചിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ്. മാത്രമല്ല ബബ്ലുവിന്റെ മാമനാണ് ഈ ഒരു ബ്രോക്കർ. അപ്പൊ ബ്രോക്കർ ബബ്ലുവിനെ നോക്കിയിട്ട്, പൊന്നു മോനെ എങ്ങനെയെങ്കിലും ഈ മാമനൊന്ന് രക്ഷപ്പെടുത്തുക, അറിയാതെ ഒരു അബദ്ധം ചെയ്തു പോയി, നാട്ടുകാർ മുഴുവൻ എന്നെ പഞ്ഞിക്കിടാൻ കാത്തിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പൊ ഈ ഒരു ബ്രോക്കർ ബബ്ലുവിനോട് പറയുന്നുണ്ട്. മാമ, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, കാര്യങ്ങൾ ഞാൻ ശരിയാക്കി തരാം. ഇതിനുശേഷം ബബ്ലുവും അവന്റെ കൂട്ടുകാരനും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പെക്ടർ ഇവരെല്ലാവരും കൂടിയിട്ട് നേരെ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പോലീസുകാരൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നല്ല ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. ആ ഒരു ബ്രോക്കറെ കൈ കിട്ടിയാൽ തല്ലി കൊല്ലും. ഇയാളുടെ കുടുംബത്തിനോട് തന്നെ നാട്ടുകാർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതിന് കാരണം എന്താ വെച്ചാൽ തുടക്കത്തിൽ ഒരു 3 പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ, ആ കൂട്ടത്തിൽ ഈ ബ്രോക്കറുടെ മകളായിട്ടുള്ള ഗീതയുണ്ട്. അപ്പൊ ഗീത പറഞ്ഞിട്ടാണ് കൂടെ 2 പെൺകുട്ടികളും ആ ഒരു ഗർഭ ഡാൻസ് കളിച്ചത്. അതിലൊരു പെൺകുട്ടിയെ കാണാതായല്ലോ, അത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ ആ പെൺകുട്ടിയുടെ അച്ഛനും ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ നല്ല ദേഷ്യത്തിലാണ്. പോരാത്തതിന് ഈ ബ്രോക്കർ പോയിട്ട് ആ കൊട്ടാരത്തിന്റെ ഗേറ്റ് തുറന്നു. അതോടുകൂടിയിട്ട് ജംകുടി നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ പ്രശ്നവും ഈ ബ്രോക്കറും ഇയാളുടെ കുടുംബം കൂടെ ഉണ്ടാക്കിയതാണ്. ഇനി എന്തൊക്കെ ആപത്താണാവോ ഈ ഗ്രാമത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഇയാളാണ്, ഇയാളെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബബ്ലു പറയണം, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ, നിങ്ങളുടെ മോളെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ആയിരിക്കും, ഞാൻ എന്തായാലും നിങ്ങളുടെ മകളെ കണ്ടുപിടിച്ചു തരും. അതുപോലെ തന്നെ ഈ പ്രേതം ഭൂതം ജംകുടി ഇതൊന്നുമില്ല, അതാദ്യം നിങ്ങൾ വിശ്വസിക്കുക, 10 ദിവസം അതിനുള്ളിൽ നിങ്ങളുടെ മകളെ ഞാൻ കണ്ടുപിടിച്ചു തരും. അങ്ങനെ നാട്ടുകാരെ ബബ്ലു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരവിടുന്ന് തിരിച്ചുവിടുകയാണ്. ഇതേ സമയത്തിന് ബ്രോക്കർ ഈ ബബ്ലുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയണം, എടാ 10 ദിവസം കൊണ്ട് നീ എന്ത് ചെയ്യാനാ, ആ ഒരു പെൺകുട്ടിയെ നീ എവിടെ പോയിട്ട് തേടും, അതുപോലെ പ്രേതമൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ, ആ ഒരു ജംകുടിയെ ഞാൻ അവിടെ വെച്ച് നേരിട്ട് കണ്ടിയാണ്, പിന്നെ നീ എങ്ങനെയാടാ പ്രേതം ഇല്ലാന്നൊക്കെ പറയാ. ഇപ്പൊ ബബ്ലു പറയാണ്, എന്റെ അമ്മാവാ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം തീർത്തു തരാം. ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഈ പെൺകുട്ടി ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതയുടെ കൂടെ ഡാൻസ് കളിച്ച 2 പെൺകുട്ടികളില്ലേ, അതിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ആളാണ് ഈ ഒരു പെൺകുട്ടി. ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂല് തീർന്നപ്പോൾ നൂലെടുക്കാനായിട്ട് ഈ ഒരു പെൺകുട്ടി പോയ സമയത്ത് ആ ഒരു മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയാണ്. അത് കണ്ട് പേടിച്ച് നിൽക്കുന്ന ഈ ഒരു പെൺകുട്ടിയും ആരും ഒരാൾ ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതായത് ഗീതയുടെ കൂടെ അന്ന് ഡാൻസ് കളിച്ച 2 പേരെ ഇപ്പൊ നിലവിൽ കാണാതായിട്ടുണ്ട്. ഇതിനുശേഷം ലക്ഷ്മി അതുപോലെ തന്നെ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന കുമുദിനെയും കാണിക്കുകയാണ്. പഴയ ആൽബവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ഫാമിലിയുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ലക്ഷ്മി കുമുദിനെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് പണ്ട് ആ ഒരു കൊട്ടാരത്തിലാണ് താമസിച്ചത്, അങ്ങനെ പഴയ ഓരോ കഥകൾ. ഈ സമയത്ത് കുമുദ് പറയാണ്, അല്ല ആന്റി, അവിടെ പഴയ ഒരു കഥ കേൾക്കുന്നുണ്ടല്ലോ, എന്തോ ജംകുടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്റെ പൊന്നു മോളെ, ഈ നാട്ടുകാർക്ക് പ്രാന്താണ്, അവന്മാര് നമ്മുടെ ഈ ഒരു കുടുംബത്തിന്റെ മേലെയുള്ള അസൂയ കാരണം ഓരോ കഥകൾ പറഞ്ഞു കിടക്കുക. അങ്ങനെയൊന്നുമില്ല, വരുന്ന നവരാത്രിയിൽ നമുക്ക് എന്തായാലും അവിടെ വെച്ച് ആ
ഒരു ഉത്സവം നടത്തണം. അവിടെ മുഴുവനായിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കണം കേട്ടോ. എല്ലാ സ്ഥലവും ക്ലീൻ ആക്കണം. അങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്ത് അവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ആഭരണങ്ങൾ കിട്ടുകയാണെങ്കിൽ മോൾ അത് ആന്റിക്ക് തരില്ലേ? ഇപ്പൊ ആന്റിയെ നോക്കിയിട്ട് കുമുദ് പറയാണ്, എന്താ ആന്റി നിങ്ങൾ ഈ പറയുന്നത്? അവിടെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്, അവിടെ നിന്ന് എന്ത് കിട്ടിയാലും അത് ആന്റി എടുത്തോന്ന് പറയണം. ലക്ഷ്മിക്കും ഇതൊക്കെ തന്നെയായിരുന്നു വേണ്ടിയത്. അതായത് കുമുദിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു മാറ്റുക. ഇതിനുശേഷം കാണാതായ ഇപ്പൊ 2 പെൺകുട്ടികളുണ്ട്. ഇവര് രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ട് എല്ലാത്തിന്റെയും തുടക്കം ആ ഒരു കൊട്ടാരത്തിൽ വെച്ചാണല്ലോ. നേരെ അങ്ങോട്ടേക്ക് നമ്മുടെ ബബ്ലുവും ഗോവിന്ദും പോയിട്ടുണ്ട്. എന്നാൽ എങ്ങനെയായിരിക്കും പെൺകുട്ടികള് കാണാതായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക? മണ്ടന്മാരായിട്ടുള്ള ഈ നാട്ടുകാർ പറയുന്നതൊക്കെ സത്യമായിരിക്കുമോ? ഇതും പറഞ്ഞ് രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ കുമുദ് വരികയാണ്. എന്താണ് ഡിറ്റക്റ്റീവ്സ്, എന്തെങ്കിലും കണ്ടുപിടിച്ചെന്ന് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പോകുന്നുവെന്ന് ബബ്ലു പറയാണ്. ഇതിനുശേഷം കുമുദിനെയും കൂട്ടി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അവൻ പോകുന്നുണ്ട്. പോകുമ്പോൾ തന്നെ ആദ്യ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗോവിന്ദനെ പതിയെ പുറത്താക്കുക. അതായത് ഒറ്റയ്ക്കിരുന്ന് പഞ്ചാര അടിക്കാലോ. അങ്ങനെ ഓരോ വെടിക്കഥയും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ കൊട്ടാരത്തിന്റെ നടുവിൽ വലിയൊരു മരത്തിന്റെ അടുത്ത് എത്തുകയാണ് കേട്ടോ. സോ ഇവിടെ വെച്ചാണ് രാജാവ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിന്റെ 100 വിവാഹങ്ങളും എല്ലാം ഇവിടെ വെച്ച് തന്നെയാണ് കഴിഞ്ഞത്. ഇതിനിടയിൽ നമ്മുടെ ബബ്ലു ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കമ്മിറ്റഡ് ആണ് കുമുദ്? കുമുദ് പറയാണ്, ആ ചിലപ്പോൾ ആയിരിക്കും, അപ്പൊ ഉറപ്പില്ല എന്ന് ഇപ്പൊ നമ്മുടെ ബബ്ലു പറയാണ്. എനിക്കൊരു സാധ്യത ഉണ്ടല്ലേ, ആ നോക്കാന്ന് പറയാണ്. ബേസിക്കലി നമ്മുടെ ബബ്ലു ഒരു കോഴിയാണെന്ന് കുമുദിന് ഇവിടെ വെച്ച് മനസ്സിലായി. എന്തായാലും 1-2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു കൊട്ടാരം മുഴുവൻ ക്ലീൻ ആക്കാനായിട്ട് ലക്ഷ്മിയുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. മുഴുവനായിട്ടും ക്ലീൻ ആക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ കുമുദും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മകളായിട്ടുള്ള വീണയും വന്നിട്ടുണ്ട്. അങ്ങനെ രാത്രിയിൽ ഇവർ രണ്ടുപേരും എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പവർ കട്ട് വരികയാണ്. ലൈറ്റ് ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ വീണ പറയാണ്, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, പവർ വരും പോവും. എന്നാൽ അങ്ങനെ ആ ഒരു പവർ പോയ ആ ഒരു ഇരുട്ടായ സമയത്ത് കുമുദിന്റെ കൂടെ ഉണ്ടായിരുന്ന വീണെ എന്തോ ഒന്ന് ഇരുട്ടിലേക്ക് വലിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. പാവം കുമുദിന് അത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റിയുള്ളൂ. അതായത് വീണയെ കൂടെ കാണാതായിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ ബ്രോക്കർ വന്നിട്ട് അവന്റെ ആ ഒരു ബബ്ലു ഉണ്ടല്ലോ, ബബ്ലുവിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയണം, എടാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവിടെ ആരെയും കൊണ്ടായിട്ട് താമസിപ്പിക്കേണ്ടെന്ന്. ഇപ്പൊ ആകെ പ്രശ്നമായിട്ടുണ്ട്. ആ ലക്ഷ്മിയുടെ മകളുണ്ടല്ലോ വീണ, അവളെയും കാണാതായിരിക്കുമെന്ന് പറയണം. ഇത് കേട്ട പാട് തന്നെ ബബ്ലു ചാടി എഴുന്നേൽക്കുകയാണ്. കൂട്ടുകാരനായിട്ടുള്ള ഗോവിന്ദനെയും കൂട്ടി നേരെ ആ ഒരു കൊട്ടാരത്തിലേക്ക് പോവാണ്. അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ശരിയാണ് വീണയെ കാണാതായിട്ടുണ്ട്. ഇപ്പൊ കുമുദും ആ ഒരു കാര്യം പറയാണ്ട് അവളുടെ മുന്നിൽ വെച്ചാണ് ആരും ഒരാൾ വീണയെ കൊണ്ടുപോയത്. അതായത് അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു ശക്തി ഈ ഒരു കൊട്ടാരത്തിലുണ്ടെന്ന് കുമുദും ഇപ്പൊ വിശ്വസിക്കുകയാണ്. ഇതേ നേരം തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് ജമീന്ദാർ വന്നിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു സംശയത്തിന്റെ പേരിൽ നമ്മുടെ ബബ്ലു ജമീന്ദാറോട് നിങ്ങൾ ഇന്നലെ രാത്രി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജമീന്ദാർ പറയണ ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു, ഇതാ അതിന്റെ വീഡിയോ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപാട് തന്നെ ഗോവിന്ദ് പറയണ, ആ തെളിവുകളൊക്കെ വെച്ചിട്ട് ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ, ഇതൊക്കെ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലേ. ഇത് കേട്ടപ്പോ ബബ്ലു പറയണ, ഗോവിന്ദ് മിണ്ടാതിരിക്കുക, ഈ കൊട്ടാരത്തിലെ യഥാർത്ഥ ജംകുടി അത് ആരാണെന്ന് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും. ഇതേ സമയത്ത് തന്നെ അവന്റെ മാമനുണ്ടല്ലോ ആ ഒരു ബ്രോക്കറുടെ മകളായിട്ടുള്ള ഗീതയെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു കൂട്ടർ വന്നിരിക്കുകയാണ്. എന്നാൽ അവള് മാറ്റി റെഡി ആയിട്ട് വരുന്നില്ല. അപ്പൊ ബ്രോക്കറും അതുപോലെ തന്നെ ബ്രോക്കറുടെ ഭാര്യയും കൂടെ, നീ എങ്ങനെയെങ്കിലും അവളെ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക, ഒന്ന് വരാൻ പറയാന്ന് പറഞ്ഞിട്ട് അവനോടൊന്ന് സംസാരിക്കാൻ പറയാണ്. അങ്ങനെ നമ്മുടെ ബബ്ലു പോയിട്ട് ഗീതയോട് സംസാരിക്കുമ്പോൾ ഗീത പറയാണ്, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത്, എനിക്കും ഇല്ല ആഗ്രഹങ്ങൾ, നന്നായിട്ട് ഡാൻസ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പെർഫോമൻസ്, ഒരു സ്റ്റേജ് ഷോ വരാനിരിക്കുകയാണ്, അതുകൂടെ കഴിഞ്ഞോട്ടെ, എന്നിട്ട് പോയ കല്യാണമൊക്കെ. ഈ സമയത്ത് ബബ്ലു പറയാണ്, നിനക്ക് അതിനൊക്കെയാണോ ആഗ്രഹം? നിന്റെ ആഗ്രഹത്തെ പൂർണ്ണമായിട്ടും ഞാൻ എതിർക്കുന്നില്ല, എന്നിരുന്നാലും ഇപ്പൊ ഒന്ന് വന്ന ആ ഒരു ചെക്കനെ കണ്ടുകൂടെ ചോദിക്കുമ്പോൾ ഗീത പറയാണ്, നിങ്ങൾ എന്തൊക്കെയായി വിചാരിക്കുന്നത്? ഞങ്ങൾ സ്ത്രീകൾക്കും ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഞങ്ങൾക്കും ഞങ്ങളുടേതായ തീരുമാനങ്ങൾ എടുത്തൂടെ? ഇപ്പൊ എനിക്ക് കാണാൻ ആഗ്രഹമില്ലെങ്കിൽ ഞാൻ എന്തിനാ വന്ന് കാണുന്നത്? ഓക്കെ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട, ഞാൻ അമ്മാവനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബബ്ലു അവിടെ നിന്ന് പോവാണ്. അങ്ങനെ രാത്രി ആയപ്പോൾ ഗീത ഒരു കാര്യം തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഇവർ എത്രയും പെട്ടെന്ന് തന്നെ അവളെ കല്യാണം കഴിപ്പിച്ചയക്കും. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നാട് വിട്ട് കളയാം. ഡാൻസ് പെർഫോമൻസും ആ ഒരു മത്സരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാം എന്നുള്ള ആ ഒരു പ്ലാനിലാണ് രാത്രി തന്നെ ബാഗ് എടുത്തുകൊണ്ട് ഗീത പോകുന്നത്. എന്നാൽ അർദ്ധരാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് അതിലൂടെ പോകുന്ന സമയത്ത് ആരാണെന്നറിയില്ല, ആരോ ഒരാൾ വന്നിട്ട് ഗീതയും തട്ടിക്കൊണ്ടു പോവാണ്. രാവിലെ ആയപ്പോഴേക്കും ഈ വിവരം എല്ലാവരും അറിയാണ്, ഗീതയെ കാണാതായ വിവരം. അപ്പോ ഈ ബ്രോക്കർ ഉണ്ടല്ലോ, ബ്രോക്കറുടെ ഭാര്യ അതായത് അമ്മായി ബബ്ലുവിനോട് ചൂടാവുകയാണ്, 10 ദിവസം കൊണ്ട് നീ ബാക്കിയുള്ളവരൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞല്ലോ, നീ ഇത്രയും ദിവസമായിട്ട് എന്താ കണ്ടുപിടിച്ചത്? എങ്ങനെയെങ്കിലും എന്റെ മോളെ അതായത് ഗീത ഒന്ന് പോയി കണ്ടുപിടിക്കണമെന്ന് ബബ്ലുവിനോട് അമ്മായിയും പറയാണ്. ഈ സമയത്ത് ബബ്ലു പറയാണ്, കുറെ നാളെ തുടങ്ങിയിട്ട് ഒരു ചംകുടിയും ആ ഒരു കൊട്ടാരവും എന്തൊക്കെയോ കഥകളാണ് നിങ്ങൾ പറഞ്ഞു കിടക്കുന്നത്, ഇന്ന് രാത്രി തന്നെ നമുക്ക് തീരുമാനിക്കണം അവിടെ ജംകുടി ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്, എന്റെ കൂടെ വരാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക്. എന്നാൽ ജംകുടിയെ കാണാനായിട്ട് അല്ലെങ്കിൽ പിടിക്കാനായിട്ട് രാത്രിയിൽ കൊട്ടാരത്തിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും പിൻവലിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ല പേടിയാണ്. പരമാവധി ബബ്ലു പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കുന്നത് പോലെ അവിടെ ഒന്നുമില്ല, ധൈര്യമായിട്ട് എന്റെ കൂടെ വാ, നമുക്ക് ഇന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒരാൾ പോലും മുന്നോട്ടേക്ക് വരുന്നില്ല. എന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ മുന്നോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയണം. മറ്റാരുമല്ല, കുമുദ് തന്നെ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. കുമുദ് വന്നതിന് ശേഷം അവന്റെ അമ്മാവനുണ്ടല്ലോ ആ ഒരു ബ്രോക്കറും പറയണം, ഞാനും കൂടെ വരാം. ബ്രോക്കർ വന്നപ്പോൾ ആ ഒരു ഇൻസ്പെക്ടർ ഞാനും കൂടെ വരാന്ന് പറയണം. ആ സമയത്ത് തന്നെ അവന്റെ 3 കൂട്ടുകാരുണ്ടല്ലോ, ഗോവിന്ദും അതുപോലെ തന്നെ ചോട്ടു മോട്ടു, ഇവരും കൂടെ വരാന്ന് പറയാണ്. കൂട്ടത്തിൽ കുറച്ച് നാട്ടുകാരും. അങ്ങനെ ടീമപ്പ് ആവുകയാണ്. ആ രാത്രിയിൽ തന്നെ കൊട്ടാരത്തിലേക്ക് ഇവർ പോകുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചല്ല കൊട്ടാരത്തിൽ പോയിരിക്കുന്നത്, ഓരോരുത്തരും ഓരോ ടീമായിട്ടാണ്. നമ്മുടെ കുമുദും അതുപോലെ തന്നെ ബബ്ലുവും ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഈ ബബ്ലു
ബബ്ലുവിന്റെ 3 കൂട്ടുകാരുണ്ടല്ലോ, അതായത് ഗോവിന്ദും ചോട്ടു മോട്ടും. പിന്നെ മറ്റൊരു ഭാഗത്ത് ആ ഒരു ഇൻസ്പെക്ടറും അതുപോലെ തന്നെ അവന്റെ അമ്മാവൻ ആ ഒരു ബ്രോക്കർ ഇരിക്കുകയാണ്. അങ്ങനെ ഇവര് പ്രേതം വരുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രോക്കർ അമ്മാവൻ ഉണ്ടല്ലോ, മൂപ്പർക്ക് ഒന്ന് ബാത്റൂമിൽ പോകാൻ വിട്ടുകയാണ്. അപ്പൊ കുറ്റിക്കാട്ടിലേക്ക് ഒന്ന് പോവാ എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ദാണ്ട് അവിടെ നിൽക്കുന്ന ഒരു കറുത്ത രൂപം. കണ്ട പാട് തന്നെ നമ്മുടെ അമ്മാവന്റെ മൂത്രം ടൗസറിൽ തന്നെ പോയി എന്നാ തോന്നുന്നു. എന്തായാലും അതിനെ കണ്ട് നിലവിളിച്ചുകൊണ്ട് ഇൻസ്പെക്ടറും അമ്മാവനും ഓടുകയാണ്. ഓടി രക്ഷപ്പെടാൻ എന്ന് കരുതിയെങ്കിലും പല ഭാഗത്തായിട്ട് ഈ ഒരു രൂപം നിൽക്കുന്നതായിട്ട് ഇവർ കാണുകയാണ്. വേഗം തന്നെ ബബ്ലുവിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ബബ്ലുവിന്റെ 3 കൂട്ടുകാർ അവരാണല്ലോ ഒരുമിച്ചിരിക്കുന്നത്. ഇവരും ഇതുപോലെ ഒരു കറുത്ത രൂപത്തിനെ കാണുകയാണ്. അവരും വിളിച്ചു പറയാണ്. എന്നിതെല്ലാം കേട്ട സമയത്ത് ബബ്ലു പറയാണ്, 2 പ്രേതങ്ങളോ 2 സ്ഥലത്തായിട്ട് അതെങ്ങനെ നടക്കും? ഇപ്പൊ ബബ്ലുവിന്റെ കൂടെ ഉണ്ടായിരുന്ന കുമുദ് പറയാണ്, 2 പ്രേതല്ല 3 ദാ അങ്ങോട്ടേക്ക് നോക്കുന്ന പറയുമ്പോൾ ഇവരുടെ മുന്നിലായിട്ടും അതുപോലെ ഒരു കറുത്ത രൂപം നിൽക്കുന്നുണ്ട്. കണ്ടപാട് തന്നെ കുമുദാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ കുമുദിനോട് ബബ്ലു പറയാണ്, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിന്നോ, ഒരു ഇച്ചിരി നേരം ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരു ഷാൾ എവിടുന്നോ എടുത്തിട്ട് പെട്ടെന്ന് ഈ ഒരു പ്രേതത്തിന്റെ മുന്നിലേക്ക് ചാടിയിട്ട് അതിനെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ പ്രേതമുണ്ട് ഇതുപോലെ ആരെങ്കിലും പേടിപ്പിക്കുമ്പോൾ പേടിക്കുന്നു. എന്നാൽ ഈ പ്രേതം പേടിച്ചു പോയി. അതിനർത്ഥം എന്താണ്? അത് പ്രേതമൊന്നുമല്ല, ഇവരെ മനഃപൂർവ്വം പേടിപ്പിക്കാനായിട്ട് കബളിപ്പിക്കാനായിട്ട് ഒരു ടീം ഇവിടെ കൂടിയതാണ്. സോ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടുകാരോട് ബബ്ലു പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു 3 പ്രേതങ്ങളെയും പിടിച്ചു കൂട്ടുകയാണ്. പ്രേതങ്ങളൊന്നുമല്ല, 3 ആൾക്കാരാണത്. 2 പേരുടെ തലയിൽ തുണി മാറ്റിയ സമയത്ത് ലക്ഷ്മി ഉണ്ടല്ലോ, അവരുടെ വേലക്കാരായിരുന്നു അവര്, ഒരാണും പെണ്ണും. അതുപോലെ തന്നെ 3ാമത്തെ ആളെ കണ്ട സമയത്ത് നമ്മുടെ ബ്രോക്കർ ഞെട്ടിപ്പോണ്. അത് മറ്റാരുമല്ല, ഇയാളുടെ കൂടെ അന്ന് വന്ന് കാണാതായ ആ രാജു ഉണ്ടല്ലോ, സ്ഥലം നോക്കാനായിട്ട് വന്ന ആള്. അവൻ തന്നെ. രാജുവും ഇവരുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവിടെ പ്രേതം ഉണ്ടെന്ന് ശരിക്കും വരുത്തി തീർത്ത് ഇങ്ങോട്ടേക്ക് ആരും വരാതിരിക്കാനായിട്ട് ഒരു നാടകം കളിച്ചു കൂട്ടിയതാണ്. എന്തിനാണെന്നല്ലേ, നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു സ്വർണ്ണം ഉണ്ടെങ്കിൽ, അതായത് ജംകുടിയുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റാൻ വേണ്ടി തന്നെ. ഇത് കണ്ട് പ്രാന്ത് പിടിച്ച ബ്രോക്കർ അവനെ തല്ലാൻ വേണ്ടി പോവാണ്. കള്ളം നായ, നീ കാരണം 4 ദിവസമാണ് പനിച്ചു കുറച്ച് ഞാൻ കിടന്നത്. എന്തായാലും ബ്രോക്കർ അമ്മാവനെ ഇവരെല്ലാവരും കൂടെ പിടിച്ചു വെക്കുകയാണ്. മാത്രമല്ല നാട്ടുകാരോട് ഈ വിവരം പറയുന്നുണ്ട്. പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നാട്ടുകാർ നല്ല കലിപ്പിലാണ്. 3 പേരെയും കൈ കെട്ടി അടിച്ച് കൊല്ലാൻ പാവത്തിനാണ് എല്ലാവരും നിൽക്കുന്നത്. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ഈ ലക്ഷ്മി അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് ചന്ദ്ര അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. മറ്റൊരു കാര്യം കൂടെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ബബ്ലു കണ്ടെത്തുകയാണ്. അതായത് കാണാതായ ലക്ഷ്മിയുടെ മകളായിട്ടുള്ള വീണയുണ്ടല്ലോ, അവളും ഈ ഒരു കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആരാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്? ഇതിന്റെ പിന്നിൽ ശരിക്കും ആരാന്ന് ചോദിച്ചപ്പോ കുമുദിനോട് ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ബബ്ലു തന്നെ വന്നിട്ട് പറയാണ്, നിന്റെ ആന്റി ഉണ്ടല്ലോ ലക്ഷ്മി, അവര് തന്നെയാണ് സ്വർണത്തിന് വേണ്ടി ഒരാളും ഇങ്ങോട്ടേക്ക് വരാതിരിക്കാനായിട്ട് സ്വന്തം മകളെ വരെ ആ ഒരു പ്ലാനിന്റെ ഭാഗമാക്കിയിട്ട് അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അതായത് നിന്റെ അമ്മായി ലക്ഷ്മി തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് ഒപ്പിച്ചത്. അവർ ഒരിക്കലും വിശ്വസിക്കാൻ നിൽക്കണ്ട, വെറും കള്ളത്തിയാണ് നിന്റെ ആന്റി എന്ന് പറഞ്ഞ സമയത്ത് കുമുദിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഒരു പരിധിയിൽ കൂടുതൽ ആന്റിയെ കുറിച്ച്, അതായത് ലക്ഷ്മിയെ കുറിച്ച് ബബ്ലു ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി അടിച്ചിട്ട് പറയാണ്, നിനക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവില്ലെങ്കിൽ അതങ്ങനെ പറഞ്ഞാൽ മതി, വെറുതെ എന്റെ ആന്റിയുടെ തലയിൽ കുറ്റിടാൻ നോക്കണ്ട. അതും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ കുമുദ് അവിടുന്ന് പോവാണ്. എന്തായാലും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ബബ്ലുവിന്റെ മുഖത്ത് കുമുദ് അടിച്ചത് കൊണ്ട് തന്നെ അവൻ ആകെ ടെൻഷനിലാണ്. ഒറ്റയ്ക്ക് പോയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ബബ്ലുവിന്റെ അടുത്തേക്ക് ഗോവിന്ദ് വന്നിട്ട് പറയണേ, എടാ നീ ടെൻഷനൊന്നും അടിക്കണ്ട, നിന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അവൾ നിന്നെ അടിച്ചിട്ടുണ്ടാവുക, അവളുടെ പ്രിയപ്പെട്ട ആന്റിയെ നീ കുറ്റം പറഞ്ഞത് കൊണ്ടാണ്. നീ ഇപ്പൊ കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്, നീ നാളെ മറ്റന്നാളായിട്ടും പോയിട്ട് അവളോടൊന്ന് സംസാരിക്കുക. നിന്റെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം അത് തുറന്ന് പറയും, എന്താണ് അവളുടെ താല്പര്യം എന്ന് അറിഞ്ഞു വെക്കാലോ. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് ആന്റി ആയിട്ടുള്ള ലക്ഷ്മിയെ കാണിക്കുകയാണ്. ലക്ഷ്മിയുടെ കളി സത്യം പറഞ്ഞാൽ നമ്മുടെ ബബ്ലു കൈയോടെ പൊക്കിയിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാര്യം കുമുദ് വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി. മോളെ, നമ്മുടെ ഈ ഒരു കുടുംബത്തിനോട് എല്ലാവർക്കും നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഭയങ്കര അസൂയാണ്. അവരില്ലാത്ത പല കഥകളും പറഞ്ഞു കിടക്കും. എന്റെ പൊന്നുമോൾ അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ. നാട്ടുകാരുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നാണം കെട്ടുപോയി മോളെ. ആ ഒരു നാണക്കേട് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ, അതായത് അഭിമാനം തിരിച്ചു പിടിക്കണമെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു പഴയ കൊട്ടാരത്തിൽ നവരാത്രിയുടെ അന്ന് നമ്മൾ ആ ഒരു ഉത്സവം നടത്തണം മോളെ, എന്നാലേ പോയ നമ്മുടെ അഭിമാനം തിരിച്ചു കിട്ടുള്ളൂ. ഇത് കേട്ട സമയത്ത് കുമുദും പറയാണ്, ശരിയാണ് ആന്റി, ഞാനും വിചാരിച്ചത് ആ ഒരു കാര്യം. എല്ലാവരെയും നമുക്ക് ക്ഷണിക്കണം, എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചേക്കെന്ന് പറയണം. അങ്ങനെ നാട്ടുകാർക്ക് എല്ലാവർക്കും കത്ത് കിട്ടുന്നുണ്ട്. കൂട്ടത്തിൽ ബബ്ലുവിനും കിട്ടുകയാണ്. എന്നാൽ മിക്ക നാട്ടുകാർക്കും അവരീ നടത്താൻ പോകുന്ന ഉത്സവത്തിന് യാതൊരു താല്പര്യമില്ല. നാട്ടുകാരൊക്കെ പറയുന്നത് 3 പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്, എന്നിട്ടും അവർക്ക് നവരാത്രിയുടെ അന്ന് ആ കൊട്ടാരത്തിൽ പോയിട്ട് ഉത്സവം നടത്തണം. ഇത് ശരിയാണോ? ഇങ്ങനെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കത്തിൽ ഒരെണ്ണം നമ്മുടെ ബ്രോക്കർ അമ്മാവനും കിട്ടിയിട്ടുണ്ട്. മൂപ്പരുടെ മകള് ഗീതയും കാണാതായിട്ടുണ്ടല്ലോ. മൂപ്പരൊക്കെ നല്ല ദേഷ്യത്തിലാണ്. ഒരാളും ആ ഒരു ഉത്സവത്തിന് പോകരുത് എന്ന് നാട്ടുകാർ തീരുമാനിക്കുകയാണ്. അതുപോലെ നാട്ടുകാരെ കബളിപ്പിക്കാനായിട്ട് ഒരു 3 പേര് ആ ഒരു കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നല്ലോ, അതായത് 2 വേലക്കാരും കൂടെ ആ ഒരു രാജുവും. 3 പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് നല്ല പെട കൊടുത്തപ്പോൾ അവരൊരു സത്യം പറഞ്ഞു. അതായത് ലക്ഷ്മി അല്ല ഇവരെ കൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് ചെയ്യിപ്പിച്ചത്, ലക്ഷ്മിയുടെ അനിയനുണ്ടല്ലോ ആ ഒരു ജമീന്ദാർ, സത്യത്തിൽ അയാളാണ് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരു നാടകം ആ ഒരു കൊട്ടാരത്തിൽ കളിപ്പിച്ചത്. അതുകൊണ്ട് ബബ്ലു ലക്ഷ്മിക്ക് നേരെ ഉന്നയിച്ച ആ ഒരു കാര്യം അത് തെറ്റായിരുന്നു കേട്ടോ. യഥാർത്ഥത്തിൽ ആ ഒരു കാര്യം ചെയ്തത് ആരാണ്? ജമീന്ദാറാണ്. അതുപോലെ ലക്ഷ്മിയും കുമുദും പ്ലാൻ ചെയ്തതുപോലെ തന്നെ ആ ഒരു പഴയ കൊട്ടാരത്തിൽ നവരാത്രിയുടെ അന്ന് അവർ ഒരു ഉത്സവം സംഘടിപ്പിക്കുകയാണ്. മാത്രമല്ല നാട്ടുകാർ കുറെ പേരൊക്കെ വരില്ല എന്ന് പറയില്ലേ, എന്നാൽ നവരാത്രിയുടെ അന്ന് ഉത്സവം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ടുമുണ്ട്. പിന്നെ ലക്ഷ്മിയുടെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ, കുമുദ്, അതുപോലെ തന്നെ ഈ ഒരു കൊട്ടാരം മേടിക്കാനായിട്ട് പണക്കാരനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അയാൾക്ക് ഭയങ്കര എന്താ പറയാ, ആതിഥ്യ മര്യാദയോട് കൂടിയിട്ട് സ്വീകരിച്ച് അവിടെ ഇരുത്തുകയാണ്. മാത്രമല്ല പാട്ടും ഡാൻസും അതുപോലെ തന്നെ
അടിപൊളിയായിട്ട് ഉത്സവം മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ കുമുതുണ്ടല്ലോ പെട്ടെന്ന് എന്തോ ബാധ കയറിയതുപോലെ കിടന്നങ്ങോട്ട് വിറക്കാൻ തുടങ്ങുകയാണ്. അവളുടെ മുഖക്കാകം മാറുന്നുണ്ട്. പിന്നീട് ഒരു അലർച്ചയാണ്. ആ അലർച്ച കേട്ട് നമ്മുടെ ലക്ഷ്മി ആന്റി ഉണ്ടല്ലോ അവര് തന്നെ തല കറങ്ങി വീണു പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീന്ദാറിന്റെ ആൾക്കാർ അവർ ജയിലിലാണല്ലോ. അവർ ജാമ്യത്തിന് എടുക്കാനായിട്ട് വക്കീൽ വന്നിട്ടുണ്ട്. അതായത് ഇവർ ആൾക്കാരെ പേടിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ കാണാതായ ആ ഒരു 3 പെൺകുട്ടികൾ, അതായത് ഗീതയും അവരുടെ 2 കൂട്ടുകാരികളും, അതിന്റെ പിന്നിൽ ഇവരെല്ലാം അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവർ വിട്ടയക്കാണ്. അതായത് നാട്ടുകാരെ പേടിപ്പിക്കാൻ മാത്രമേ ഇവർ നോക്കിയിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു 3 പെൺകുട്ടികളെയും കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇവരെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ജമീന്ദാർ വന്നിട്ടുണ്ട്. അപ്പൊ ജമീന്ദാരോട് ഇവൻ ഒരു കാര്യം പറയുന്നുണ്ട്. സാറേ, ഇന്നലെ ഒരു കാര്യം കേട്ടു. ഉത്സവം നടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങളുടെ മകളുണ്ടല്ലോ കുമുത്, അവൾക്ക് എന്തോ ബാധ കയറിയിട്ട് വല്ലാണ്ട് കിടന്ന് അലറി. ആ അലർച്ച കേട്ടിട്ട് നിങ്ങളുടെ സഹോദരി ബോധം കിട്ട് വീണെന്നൊക്കെയാ പറയുന്നത്. ഇപ്പൊ ജമീന്ദാർ പറയണേ ഇതൊക്കെ അവരുടെ നാടകമാണ്. അവരെന്തോ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, ഒന്നും ഞാൻ നടത്തിക്കില്ല. അവരുടെ എല്ലാ പ്ലാനും ഞാൻ പൊളിക്കുന്നു പറയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബബ്ലു അതുപോലെ തന്നെ ഗോവിന്ദ് രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്തപ്പോ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നത്? ശരിക്കും കുമുദിന്റെ ദേഹത്തേക്ക് ബാധ കയറിയോ? ജംകുടി ശരിക്കും ഉണ്ടോ? ഇപ്പോഴാണ് ബബ്ലുവിന് കുറച്ച് വിശ്വാസമൊക്കെ വരാൻ തുടങ്ങിയത്. അവസാനം ആ ഒരു ആത്മാവ് ഞാൻ പ്രേമിക്കുന്ന എന്റെ പെണ്ണിന്റെയും ദേഹത്ത് കയറി. എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. അങ്ങനെ ആലോചിച്ച സമയത്താണ് ഇവരന്ന് ജയിലിൽ വെച്ച് കണ്ട ആ ഒരു സ്വാമി ഉണ്ടല്ലോ, മൂപ്പരുടെ കാര്യം ഓർമ്മ വരുന്നത്. നേരെ ജയിലിലേക്ക് സ്വാമിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ തന്നെ മാപ്പും പറയുന്നുണ്ട് അന്ന് അറിയാതെ സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഇവരുടെ പേരിൽ, അതായത് ഇവരുടെ റിസ്കിൽ ജാമ്യത്തിൽ ആ ഒരു സ്വാമിയെ വിടുന്നുണ്ട്. സ്വാമിയും കൂട്ടി നേരെ ഗ്രാമത്തിലേക്ക് വരികയാണ്. ഗ്രാമത്തിൽ നേരെ ആ ഒരു കൊട്ടാരത്തിലേക്ക് വരികയാണ്. കൊട്ടാരം നോക്കിയിട്ട് ഇവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുകയാണ്, അതായത് ബബ്ലു ഗോവിന്ദ്. എന്നാൽ സ്വാമി നോക്കുന്നത് കൊട്ടാരത്തിന് നടുവിലെ ആ ഒരു പഴയ മരം ഉണ്ടല്ലോ അതിലേക്കാണ്. ഡാ പയ്യന്മാരെ, കൊട്ടാരത്തിലേക്കല്ല, ദാ ഈ കാണുന്ന മരത്തിലേക്ക് നോക്കുന്ന പറയാണ്. കാരണം ഈ പഴയ മരത്തിലാണ് ജംകുടിയുടെ ആത്മാവുള്ളത്. അതുപോലെ തന്നെ മരത്തിന്റെ താഴെ കുഴിക്കാൻ വേണ്ടി ഒരു സ്ഥലവും കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് ബബ്ലുവും ഗോവിന്ദും കൂടെ പോയിട്ട് ഗ്രാമത്തിലെ ചില ആൾക്കാരെ കൂട്ടി വന്നിട്ട് അവിടെ കുഴിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ ജമീന്ദാർ ഇയാളുടെ കുറച്ച് ആൾക്കാരെയും കൂട്ടി വന്നിട്ട് ആരും ഇല്ലാത്ത ഒരു ഏരിയയിലൂടെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. കൊട്ടാരത്തിന്റെ പല ഭാഗത്തായിട്ട് ബോംബുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കുമുദ് ഇപ്പോ ലക്ഷ്മിയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ജമീന്ദാർക്ക് ഇനി ആ ഒരു കൊട്ടാരം കിട്ടാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് കിട്ടാത്ത സാധനം വേറെ ആർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കൊട്ടാരം പൂർണ്ണമായിട്ടും തകർക്കാനാണ് ജമീന്ദാരുടെ പദ്ധതി. എന്നാൽ ബോംബ് വെക്കാനായിട്ട് ഉള്ളിലേക്ക് പോയ ഓരോ ആൾക്കാരെയും എന്താണെന്ന് അറിയില്ല അദൃശ്യമായിട്ടുള്ള ഒരു ശക്തി വന്നിട്ട് എടുത്തെറിയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ബോംബിന്റെ ആ ഒരു റിമോട്ടും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ജമീന്ദാർ അയാളുടെ ദേഹത്ത് ഇപ്പൊ എന്തൊക്കെയോ കയറുകയാണ്. പിന്നീട് ഇയാളുടെ കൈയും കാലൊക്കെ കിടന്ന് ഒടിയാൻ തുടങ്ങുകയാണ്. അവിടെ വെച്ച് തന്നെ ക്രൂരമായിട്ട് ജമീന്ദാർ മരണപ്പെടുന്നുണ്ട്. കണ്ടുന്ന ആൾക്കാർക്കൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും കൊട്ടാരം തകർക്കാൻ വന്ന ജമീന്ദാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതുപോലെ കൊട്ടാരത്തിന്റെ നടുവിൽ ആ ഒരു പഴയ മരത്തിന്റെ ചോട്ടിൽ ഈ നാട്ടുകാർ കുഴിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കുഴിച്ച് അവർക്കൊരു പെട്ടി കിട്ടിയിട്ടുണ്ട്. ആ പെട്ടി തുറക്കാൻ വേണ്ടി ഇപ്പൊ സ്വാമി പറയാണ്. പെട്ടി തുറന്ന പാട് തന്നെ അതിനുള്ളിൽ നിന്നും ജംകുടിയുടെ ആ ഒരു ആത്മാവ് പുറത്തേക്ക് വരികയാണ്. എല്ലാവർക്കും ഇപ്പൊ ആ ഒരു ആത്മാവിനെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല കുഴിയെടുത്ത ആ ഒരു ചെറുപ്പക്കാരന്റെ കഴുത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ ജംകുടിയെ നോക്കിയിട്ട് ധൈര്യമായിട്ട് ബബിൾ പറയാണ്, അവനൊരു സാധാരണ ചെറുപ്പക്കാരനാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ എന്തിനാണ് അവരെ ഉപദ്രവിക്കുന്നത്? ശരിക്കും നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് കേട്ട സമയത്ത് ജംകുടിയുടെ ആത്മാവ് ഒന്ന് ശാന്തിയാവുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് അവൾ പറയാൻ തുടങ്ങുകയാണ്. ഈ കൊട്ടാരത്തിലെ അവസാനത്തെ ആ ഒരു രാജാവുണ്ടല്ലോ, ഇയാൾ പല മാർഗത്തിലൂടെയും ഒരുപാട് സമ്പത്ത് ഈ കൊട്ടാരത്തിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സുഖലോലുപനായിട്ട് ആ രാജാവ് ജീവിക്കുന്ന സമയത്താണ് ഒരു ജ്യോത്സ്യര് അയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞത്. രാജാവിന് ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും ഭാവിയിൽ ഈ രാജാവിന് എന്തോ ഒരു വലിയ ആപത്ത് വരാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു ആപത്ത് വരാതിരിക്കാനായിട്ട് 100 സ്ത്രീകളെ ബലി കഴിപ്പിക്കണമെന്ന് ആ വന്ന ജ്യോത്സ്യര് രാജാവിനോട് പറഞ്ഞു. അപ്പൊ അതിന്റെ പേരിലാണ് രാജാവ് 100 സ്ത്രീകളെ വിവാഹം കഴിച്ചത്. അതിലെ ഒരു സ്ത്രീ ആയിരുന്നു ജംകുടി. മാത്രമല്ല ജംകുടി നന്നായിട്ട് കവിത എഴുതുമായിരുന്നു. അവള് മാത്രമല്ല ബാക്കിയുള്ള 99 സ്ത്രീകൾക്കും ഓരോ കഴിവുകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കഴിവുള്ള സ്ത്രീകളെ തന്നെ നോക്കിയിട്ടാണ് ഈ രാജാവ് വിവാഹം കഴിച്ചത്. കാരണം ജ്യോത്സ്യരി പറഞ്ഞതും അങ്ങനെയായിരുന്നു, ബലിക്ക് വേണ്ടത് കഴിവുള്ള സ്ത്രീകളെയാണ്. അതിന്റെ പേരിലാണ് കലാകാരികളായിട്ടുള്ള പല സ്ത്രീകളെയും, അതായത് 100ഓളം സ്ത്രീകളെ ഈ രാജാവ് വിവാഹം കഴിച്ചതും. പിന്നീട് നവരാത്രിയുടെ അന്ന് ഒരു ഉത്സവം പോലെ അവിടെ ചില പൂജയും കർമ്മങ്ങളൊക്കെ നടത്തി 99 സ്ത്രീകളെയും തീയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇയാൾ ആ ഒരു ബലികർമ്മം നടത്തി. ഇനി അവസാനം ബലി കൊടുക്കാൻ പോകുന്നത് ജംകുടിയാണ്. എന്നാൽ ആ ഒരു കാര്യം മനസ്സിലാക്കിയ ജംകുടി ഭയങ്കരമായിട്ട് കോപിഷ്ഠയാവുകയാണ്. ഇപ്പൊ ജംകുടി രാജാവിന് നേരെ വാള് വീശിക്കൊണ്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്റെ ഇഷ്ടത്തോട് കൂടിയിട്ടല്ല ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്, എന്റെ അച്ഛന്റെയും അമ്മയുടെയും നിർബന്ധം കാരണമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി, നിങ്ങളുടെ സൗഭാഗ്യത്തിന് വേണ്ടി ഇവിടെ ബലി കഴിപ്പിച്ചത് 100ഓളം സ്ത്രീകളെയാണ്. ഇനി നിങ്ങൾ എന്നെയും ബലി കഴിപ്പിക്കാൻ വേണ്ടി പോവാണ്. സ്വാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സ്ത്രീകളെയാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത്? നിങ്ങൾ ഒരിക്കലും നന്നാവില്ല, നിങ്ങൾ നശിച്ചു പോകുന്നു പറഞ്ഞിട്ട് അവിടെ വെച്ച് ജംകുടി അയാളെ ശപിക്കുന്നുണ്ട്. അതുപോലെ നവരാത്രിയുടെ അന്നല്ലേ ഈ ഉത്സവം നടത്തി ഈ ബലി മുഴുവൻ കഴിപ്പിച്ചത്. ഇനി ഒരിക്കലും ഈ നാട്ടിൽ, ഈ കൊട്ടാരത്തിൽ നവരാത്രിയുടെ അന്ന് ഈ ഉത്സവം നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു നൃത്തം, അതായത് ഗർഭാ നൃത്തം, അതാരും ഇനി ഇവിടെ കളിക്കാനും പാടില്ല. എന്റെ ഈ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ഈ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ നാട്ടിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു കരുണയും കാണിക്കാതെ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നു പറഞ്ഞിട്ടാണ് ജംകുടി മരണപ്പെടുന്നത്. മരണപ്പെടുന്നതിന് മുന്നേ തന്നെ രാജാവിന് വലിയൊരു ശാപവും കൊടുക്കുന്നുണ്ട്. അയാൾ നരകിച്ചാണ് ചത്തത്. എന്നാൽ ഒരു കാരണവുമില്ലാതെ ഈ 100 സ്ത്രീകളും മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അവരുടെ ആത്മാവിന് ഇന്നും ശാന്തി ലഭിച്ചിട്ടില്ല.
ഉണ്ടാവില്ല. മാത്രമല്ല അന്ന് ജംകുടി കൊടുത്ത ആ ഒരു ശാപത്തിന്റെ പേരിലാണ് നവരാത്രിയുടെ അന്ന് ഇവിടെ അത് ആഘോഷിക്കാൻ പറ്റാത്തതും അതുപോലെ തന്നെ ഗർഭാനൃത്തം ഇവിടെ നടത്താൻ പറ്റാത്തതും. അത് നടത്തുന്ന ആൾക്കാരെ ഈ ഒരു ആത്മാവ് ഇവിടുന്ന് കൊണ്ടുപോകുന്നതും. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഈ ആത്മാവിന്, അതായത് ജംകുടിയുടെ ആത്മാവിനോട് ബബിൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ജീവിക്കുന്ന ഈ ആൾക്കാർക്ക് സാധുക്കളല്ലേ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവരെങ്ങനെ നീ ശിക്ഷിക്കുന്നത്? അവരെ വെറുതെ വിട്ടൂടെ? നിന്റെ ആത്മാവിന് മോക്ഷം കിട്ടാനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഇപ്പൊ ജംകുടിയുടെ ആത്മാവ് പറയാണ്, കന്യകത്വം നഷ്ടപ്പെടാത്ത ഒരാണ് അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ എന്നെ വിവാഹം കഴിക്കണം, എന്നാൽ മാത്രമേ എന്റെ ആത്മാവിന് ശാന്തി കിട്ടി എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ നാട് വിട്ട് നീ പോകുമോ? നീ കൊടുത്ത ശാപവും നീ പിൻവലിക്കുമെന്ന് ചോദിച്ചപ്പോൾ ജംകുടി അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, എനിക്കതിന് പരിപൂർണ്ണ സമ്മതമാണ് എന്ന് ജംകുടി പറയാണ്. ഞാൻ മാത്രമല്ല ഇതുപോലെ മോക്ഷമില്ലാതെ ഇവിടെ കിടക്കുന്നത്, എന്റെ കൂടെ ബാക്കിയുള്ള 99 പേരുടെ ആത്മാവ് ഇതുപോലെ മോക്ഷമില്ലാതെ കിടക്കുകയാണ്, അവരെ നിനക്ക് വിവാഹം കഴിക്കാൻ കഴിയൂ. കണ്ണും പൂട്ടി ഈ നാട്ടുകാർക്ക് വേണ്ടി ബബ്ലു ആ ഒരു കാര്യം സമ്മതിക്കുകയാണ്. അങ്ങനെ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ നിന്നും 99 ആത്മാക്കളും പുറത്തേക്ക് വന്ന് ആ മരത്തിന്റെ താഴെയായിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. പിന്നീട് ഇവരുടെ എല്ലാവരുടെയും കൈ പിടിച്ചുകൊണ്ട്, അതായത് ജംകുടിയുടെ ആത്മാവിന്റെ കൈ ഇപ്പോൾ നമ്മുടെ ബബ്ലു പിടിക്കുകയാണ്, അവളുടെ പിന്നിൽ മറ്റൊരു ആത്മാവ്. അങ്ങനെ എല്ലാവരും ലൈനായിട്ട് നിന്ന് ആ ഒരു വലിയ മരം ഉണ്ടല്ലോ അതിന്റെ ചുറ്റും അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നാൽ ആ ഒരു കല്യാണത്തിന്റെ ചടങ്ങ് പൂർത്തിയായി എന്നാണ്. അങ്ങനെ അന്ന് ജയിലിൽ വെച്ച് ആ ഒരു സ്വാമി പറഞ്ഞതുപോലെ തന്നെ 100 പേരെ ഇപ്പൊ നമ്മുടെ ബബ്ലു വിവാഹം കഴിച്ചു. എന്നാൽ വിവാഹം കഴിക്കാൻ പോകുന്ന ആ 100 പേരും ആത്മാക്കളാണെന്ന് മാത്രം സ്വാമി ബബ്ലുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞതോട് കൂടിയിട്ട് എല്ലാ ആത്മാക്കൾക്കും ശാന്തി ലഭിക്കുകയാണ്. അവർ 100 പേരും അവിടെ നിന്നും പോവാണ്. ഇനി ജംകുടിയുടെ ആ ഒരു ശാപം ഈ നാട്ടിൽ ഉണ്ടാവില്ല. ഈ നാട്ടുകാർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ കൊട്ടാരത്തിനും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ ഇപ്പൊ ബബ്ലുവിന് കാണിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, അവന്റെ മുഖത്ത് വല്ലാത്തൊരു എന്താ പറയുക, ഒരു സുഖമില്ലാത്തതുപോലെ, ഒരു വിഷാദം. എന്നാൽ കൂട്ടുകാരനായിട്ടുള്ള ഗോവിന്ദാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കയ്യിലൊരു ബാഗുണ്ട്, ഫുള്ള് പൈസയാണ് അതിൽ. അതായത് ഈ നാട്ടിലേക്ക് വന്ന് ഈ നാട്ടിലത്തെ പ്രശ്നങ്ങൾ, പ്രേതബാധയും കാര്യങ്ങളൊക്കെ ബബ്ലു തീർത്തു കൊടുത്തല്ലോ, അതുകൊണ്ട് നാട്ടുകാരോട് പറഞ്ഞിട്ട് ബബ്ലുവിന്റെ പേരിൽ കുറച്ച് പൈസ ആവും പിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പരിപാടി നമുക്ക് എല്ലാ നാട്ടിലും പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാശ് ഉണ്ടാക്കാന്ന് ഗോവിന്ദ് പറയാണ്. എന്നാൽ ബബ്ലുവിന് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് കുമുദ് വരികയാണ്. ബബ്ലുവിനെ കാണാൻ തന്നെ ബബ്ലു ഓടി ചെന്നിട്ട് കുമുദിനോട് സംസാരിക്കുന്നുണ്ട്. ചെയ്തു തന്ന എല്ലാ ഹെൽപ്പിനും നന്ദിയും പറയുന്നുണ്ട്. എന്നാൽ കുമുദ് പറയാണ്, നീയല്ല ശരിക്കും നന്ദി പറയേണ്ടത്, ഞാനാണ് ശരിക്കും നിന്നോട് നന്ദി പറയേണ്ടത്. ഇതേ സമയത്തിന് ബബ്ലു പറയാണ്, കുമുദ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ ഓൾറെഡി എന്റെ വിവാഹം കഴിഞ്ഞു പോയി. അതായത് 100 സ്ത്രീകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്, ഇനി എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങള് കുമുദിനോട് ബബ്ലു സംസാരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വിളിക്കണം, ടാ ബബ്ലു ഒന്ന് ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാണ്ട്. നിരന്തരം വിളിച്ചോണ്ട് നോക്കുമ്പോൾ ഒരു ശല്യമായിട്ട് തോന്നിയപ്പോൾ ബബ്ലു പറയണം, നീ ഒന്ന് വിടക്ക്, ഞാൻ ഇപ്പൊ പോയിട്ട് അവന്റെ ചൊറിച്ചിൽ മാറ്റി കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ ഗോവിന്ദിന്റെ അടുത്ത് പോയിട്ട് എന്താണ് കാര്യം ചോദിക്കണം. ഇപ്പൊ ഗോവിന്ദ് ചെറുതായിട്ട് പേടിച്ചൊരു മുഖത്തോട് കൂടിയിട്ട്, ബബ്ലു ദാ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, ഇവരെന്തൊക്കെയോ പറയുന്നു, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ബബ്ലു പറയാണ്, വിശ്വസിക്കാതിരിക്കാൻ മാത്രം ഇവരെന്താ പറഞ്ഞത്? ഈ സമയത്ത് ഗോവിന്ദ് പറയാണ്, നീ അവളോട് അവൾ ആരാണെന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ഇപ്പൊ ബബ്ലു ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, എവിടുന്നാ വരുന്നത്? ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറയാണ്, ഞാൻ ഇവിടെ തന്നെയുള്ളതാണ്, ഇവിടുത്തെ ഒരു റോയൽ ഫാമിലി ഇല്ലേ, രാജകുടുംബം, അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ ഞാൻ ചെറുപ്പത്തിലേ ഇവിടുന്ന് പഠിക്കാൻ പോയതാ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. നവരാത്രിയുടെ അന്ന് ഇവിടെ ഒരു ഉത്സവം ഉണ്ടാവും, അപ്പൊ അതിന് പങ്കെടുക്കാൻ വരണം എന്നൊക്കെ എന്റെ ആന്റി പറഞ്ഞായിരുന്നു. വരാൻ നോക്കിയ സമയത്ത് എന്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോയി. വരാൻ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും. അങ്ങനെ ഇപ്പോഴാണ് എത്താൻ പറ്റിയത്, ആരിട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇപ്പൊ ആകെ കൂടി കൺഫ്യൂഷനായ ബബ്ലു, അല്ല നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ ഈ വന്ന സ്ത്രീ പറയാണ്, കുമുദ്. കുമുദോ? അപ്പൊ ഇത്രയും നേരം ഇത്രയും ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി, ആ കുമുദ് ആരാണ്? വേഗം തന്നെ ബബ്ലു തിരിഞ്ഞു നോക്കുകയാണ്, അതായത് കുമുദിനെ നോക്കുകയാണ്. ഇത്രയും ദിവസം കുമുദാണെന്ന് കരുതിയിട്ട് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീ, അവളിപ്പോ അവിടെ കാണാനില്ല, അവൾ എങ്ങോട്ടോ മറഞ്ഞുപോയി. എന്തിനീ ഒരു നാട്ടിലേക്ക് വന്നു, എന്തിനീ നാട്ടുകാരെ കബളിപ്പിച്ചു എന്നൊന്നും മനസ്സിലാവുന്നില്ല. അതെല്ലാം പോട്ടെ, ഇവർ ഇത്രയും കാലം പറ്റിച്ച ആ കുമുദുണ്ടല്ലോ, അവളൊരു മനുഷ്യ സ്ത്രീയാണോ അല്ലെങ്കിൽ ഒരു ആത്മാവാണോ എന്ന് പോലും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്നത് തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ശാപം മാറ്റാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും ഈ നാട്ടിലെ ശാപം മാറിയല്ലോ, അതുപോലെ തന്നെ നാട്ടുകാർക്ക് ഇനി അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, ഒന്നിനെയും പേടിക്കണ്ട. ഇനി എന്റെ ഒരു സംശയം, ജംകുടിയുടെ ആത്മാവ് തന്നെ ആയിരിക്കോ കുമുദ് എന്ന പേരിൽ ഇത്രയും കാലം ഇവരെ പറ്റിച്ചുകൊണ്ടിരുന്നത്? അതുപോലെ ജംകുടി എന്ന ആത്മാവ് തട്ടിക്കൊണ്ടുപോയ 3 പേരും, അതായത് ഗീത പിന്നെ ആ 2 കൂട്ടുകാരികൾ, അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആത്മാക്കൾക്കൊക്കെ ഇപ്പൊ ശാന്തി ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അവർ ഫ്രീ ആയിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ ഒരു ഗ്രാമത്തിൽ ശാപം ഉണ്ടാവില്ല. എന്തായാലും ഇതെല്ലാം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.